പാർട്ടികളിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ല ഈസി ആയിട്ട് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് പുഡിംഗാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതേ ചിക്കു പുഡിംഗാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനൊരു സോസ് പാനിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. 10 ഗ്രാം 1/2 ലിറ്റർ പാലിലേക്കാണ് കേട്ടോ ഞാൻ 10 ഗ്രാം എടുത്തിട്ടുള്ളത്. നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത് സെറ്റായിട്ട് വരും. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് 1/2 ലിറ്റർ പാലിലേക്ക്, അഥവാ ഒരു മിൽമയുടെ ഒരു പാക്കറ്റ് പാലുണ്ടല്ലോ അതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് അങ്ങനെയാണ് ഞാൻ അധിക പുഡിങ്ങിലേക്കും യൂസ് ചെയ്യാറ്. അപ്പോൾ അത് 1 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കുവാണ്. ഞാനിവിടെ 5 ചിക്കു തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. അത് ചെറിയ മിക്സിയുടെ ചെറിയ ജാലിട്ടിട്ട് ജസ്റ്റ് ഒന്നങ്ങ് അടിച്ചു വരാം കേട്ടോ. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കണ്ട. ഒന്നടിച്ചാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അരഞ്ഞു വരും. അപ്പോൾ അത്രയും മതി. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അതവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലും അതുപോലെ തന്നെ ചൈന ഗ്രാസും ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽട്ടാക്കി എടുക്കണം. അതുപോലെ പാല് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ ആവണം. അപ്പോൾ രണ്ടും ഒരേ സമയം തന്നെ ചെയ്യട്ടെ, എന്നാലും നമുക്ക് കറക്റ്റ് ആ ഒരു പിരിഞ്ഞു പോവാതെ പുഡിങ് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരം നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പിൽ മുകളിലായിട്ട് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. രണ്ടിൻ്റെ ഫ്ലെയിമും ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ചിക്കു അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചൈന ഗ്രാസിൻ്റെയും അതുപോലെ തന്നെ പാലിൻ്റെയും ചൂട് ഒരേ ലെവലിലാവണം. അതാണ് ഞാൻ രണ്ടും ഒരേ സമയം വെച്ചത് കാരണം, അല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഞാൻ ഇതിലേക്ക് നേരിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നേരിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ഓഫിലാണ് കേട്ടോ കിടക്കുന്നത്. ഓൺ ആക്കിയിട്ടില്ല. ഓൺ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊക്കെ തിളച്ച് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ഒരു ചിക്കു ക്രഷ് ചെയ്തതും അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരമൊക്കെ പാകല്ലേ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടോട് കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാറി ഏകദേശം ഒരു പകുതിയോളം സെറ്റായിട്ട് വരുന്ന ഒരു സമയത്ത് വേണം നമുക്ക് ഡെക്കറേഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏകദേശമൊക്കെ പകുതിയോളം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നല്ലോണം സെറ്റാവാൻ നിന്നാൽ ഇതവിടെ വേറിട്ട് നിൽക്കും കേട്ടോ. നമ്മൾ ഡെക്കറേഷന് എന്താ കൊടുക്കുന്നത് അത് വേറിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ചിക്കു വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ചെറിയ പീസായിട്ട് എടുത്തിട്ടുള്ള ചിക്കു വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പുഡിംഗ് ചിക്കുവൊക്കെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി. സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ പുഡിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ. നമ്മുടെ വീഡിയോസ് FBയിലാണെങ്കിൽ FB പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. Thank you.